ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഇല്ലിക്കൽ കല്ലാണ് നിൽക്കുന്നത്. അവിടുത്തെ പാർക്കിങ്ങിലാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മൾ വണ്ടി ഇട്ടിട്ട് നമ്മൾ ഇവിടെ നിന്ന് ജീപ്പിൽ വേണം പോയി. ജീപ്പിൽ എക്സ്ട്രാ എമൗണ്ട് ഉണ്ട്, അവിടെ കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ ജീപ്പ് യാത്ര കഴിഞ്ഞ് ഇനി അടുത്ത വിശേഷങ്ങൾ പറയാം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതായിരിക്കും ഇല്ലിക്കല്ല് ടോപ്പ്. നല്ല നമ്മൾ ബ്ലൂ കാണുന്ന അതാണ് ടോപ്പ്. അതുവരെ നമുക്ക് പോകാൻ പറ്റും. അതുവരെ നടന്നു പോകണം. നമ്മൾ ഈ കാണും പോലെയല്ല, നല്ല കുത്തി കയറ്റണം. അതിൻ്റെ വഴിയൊക്കെ ഒരുപാട് പൊട്ടി ഇങ്ങനെ കിടക്കുന്നു. വേണമെങ്കിൽ താഴെ നിന്ന് നമുക്ക് ജീപ്പ് പിടിക്കാതെ വേണമെങ്കിൽ കയറി വരാം. പക്ഷേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വരും. ഈ നടന്ന് തളർന്നിട്ടും തളരാതെ അഭിനയിക്കുന്ന ഒരാളെ ചിലപ്പോൾ കാണിക്കുക. ഒരു അവസ്ഥയില്ലല്ലേ. ഈ പടിക്കെട്ടിലൂടെ നടക്കാൻ ഭയങ്കര വൈബാണ്. ഇതൊരു സ്വർഗത്തിൻ്റെയുമായ വഴി എന്നൊക്കെ പറയുന്നത്. ആകാശത്തിലേക്ക് നമുക്ക് പോകുന്നതൊക്കെ തോന്നുന്നു ഈ താഴെ നമ്മളിവിടെ കണ്ടു. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ആ കല്ലും മുള്ളും നിറഞ്ഞ പൊട്ടിപ്പൊളിഞ്ഞ ആ വഴി. ഈ വഴി പക്ഷേ വളരെ മോശം വഴിയാണ്. നമുക്ക് കയറി നടക്കാനും പറ്റില്ല. ഞാൻ ഡീറ്റെയിലായിട്ട് കാണിച്ചു തരാം. ഈ ഒരു അവസ്ഥയിലാണ് ഈ വഴി കിടക്കുന്നത്. പക്ഷേ ഇതുവഴി നമ്മൾ കയറി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ വ്യൂ വേറൊരു ലെവലിലാണ്, വേറെ വൈബിലാണ്. അത് ഒന്നും പറയില്ല. ഇവിടെ നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ കണ്ടോ ഇതിൻ്റെ ഒരു വ്യൂ ഉണ്ടോ, ഒരു ചൈന വൻമതിലൊക്കെ പോലൊക്കെ തോന്നുന്നു നമുക്ക്. അത്രയ്ക്ക് നല്ല വ്യൂ ആണ് ഇവിടെ. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ടോപ്പ്. കുറച്ചുകൂടെ അങ്ങോട്ടൊരു സ്പോട്ടൊക്കെ ഉണ്ട്, നമുക്ക് ഫോട്ടോഷൂട്ട് ചെയ്യാനുള്ള സ്പോട്ടൊക്കെ അങ്ങോട്ടുണ്ട്. നോക്കുക, ചെറിയൊരു വെള്ളക്കെട്ടുപോലെ കാണുന്നുണ്ട്. അത് ശരിക്കും ഒരു വെള്ളച്ചാട്ടമാണ്. നമ്മൾ ഇവിടുന്ന് സൂം ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. അത് ഭയങ്കര ദൂരത്തിലാണ്. S24 ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചൊരു സെറ്റായിട്ട് എടുക്കായിരുന്നു. പക്ഷേ ഇതിൽ ഇത്രേ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇല്ലിക്കലിൻ്റെ വിശേഷം. നമ്മൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള ടാസ്കിലാണ്. ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വന്ന സ്ഥലത്ത് തന്നെ വരുമ്പോൾ നമുക്ക് ജീപ്പ് വീണ്ടും അടുത്ത ജീപ്പ് വരും. അതിലേക്ക് താഴോട്ട് പോവുക. അതാണ് പരിപാടി. ഇവിടെ നിന്ന് ഇറങ്ങുന്ന ടാസ്ക്. കാരണം പല പല പടികളും താഴെ ഇല്ല. നേരത്തെ കണ്ടല്ലോ. അത് വഴി എങ്ങനെ ഇറങ്ങുമെന്ന് അറിയില്ല. റിസ്ക് എടുത്ത് ഇറങ്ങണം. ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം വേണം നമ്മൾ സ്റ്റേ നോക്കാനായിട്ട്. സ്റ്റേ ഇതുവരെ നമ്മൾ ബുക്ക് ചെയ്തില്ല. അങ്ങനെ നമ്മൾ അഗോഡ ആപ്പിലൊക്കെ തപ്പി പറക്കി ഒരു സ്റ്റേ നമ്മൾ കണ്ടുപിടിച്ചു. ഐറിഷ് കൗണ്ടി എന്നാണ് ഈ സ്റ്റേയുടെ പേര്. നല്ല ക്ലൈമറ്റും നല്ല ഒരു വൈബുള്ള സ്ഥലമാണ്. ഭയങ്കര നമ്മുടെ ആ കൊടുക്കുന്ന പൈസയ്ക്ക് വർത്താണ്. ഭയങ്കര വലിയ ലക്ഷറി ഒന്നും അല്ലെങ്കിലും ആ കൊടുക്കുന്ന പൈസയ്ക്കുള്ള സംഭവം ഇവിടെ ഉണ്ട്. ഇത് ശരിക്കും വാഗമണ്ണാണ്. നമ്മൾ ഇല്ലിക്കല്ല് നേരെ വാഗമൺ കയറി. വാഗമണ്ണാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. കാരണം രാവിലെ പൈൻ വാലി പോകണം. എനിക്ക് പൈൻ വാലിയിൽ നിന്ന് ഇവിടെ ഒരു 4-5 കിലോമീറ്റർ എന്തോ ഉള്ളൂ. അതാണ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തത്. ഇവിടെ കണ്ടത് ജസ്റ്റ് പ്രൈവറ്റ് പൂളൊക്കെ ഉണ്ട്. പ്രൈവറ്റ് പൂൾ എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു കോമൺ പൂളാണ്. അന്നേരം നമ്മളെ റൂമിൻ്റെ നേരെയാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ രാത്രിയൊക്കെ ഇറങ്ങാൻ ശ്രമിച്ചു. പക്ഷേ ഭയങ്കര തണുപ്പായിരുന്നു. ഒരു രക്ഷയുള്ള തണുപ്പായിരുന്നു. ജസ്റ്റ് ഈ പൂളിൽ ഇറങ്ങി നിന്ന് വെറുതെ ഇവിടെ വ്യൂ കാണാൻ ഭയങ്കര രസമാണ്. അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നല്ല വ്യൂസ് ഉണ്ട്. രാവിലെ കാണാൻ കുറച്ചുകൂടെ നല്ല സൂപ്പറായിട്ടിരിക്കും. അപ്പോൾ നമുക്കിനി നാളെ രാവിലെ നമുക്ക് ഇതിൻ്റെ വ്യൂ കാണാം. ഈ കിടന്ന് ഉറക്കട്ടെ. ബായ്.
ഇതൊക്കെയാണ് രാവിലത്തെ വ്യൂ. നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റിലോട്ട് കിടക്കാം. ഇവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. വലിയ ഡിഷസ് ഒന്നും ഇല്ല, ജസ്റ്റ് സാമ്പാറും ഇഡലിയും, പിന്നെ ബാക്കി നമുക്ക് നോർമൽ കിട്ടുന്ന ചോക്കോസ്, പാല്. എന്നാലും ആ ഒരു ബഡ്ജറ്റിന് 2000 ആയുള്ളൂ നമുക്ക് ഇത്രയും സംഭവങ്ങൾ. അത് ആ ബഡ്ജറ്റിൽ നിന്ന് പുറത്താണ് എനിക്ക് തോന്നി. അത്യാവശ്യം നല്ല ഫുഡൊക്കെ കുഴപ്പമില്ലായിരുന്നു, നമുക്ക് കൂട്ടായിക്കൊണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിച്ച് ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകേണ്ടത് പൈൻ വാലിയിലാണ്. പൈൻ വാലിയിൽ ഓൾറെഡി നമ്മൾ പോയിട്ടുണ്ട്, എന്നാലും നമ്മൾ ഈ ഒരു ക്ലൈമറ്റിൽ പോയിട്ടില്ല. അന്ന് പോയപ്പോൾ അത്രയും ക്ലൈമറ്റ് കിട്ടിയില്ല. ഇതാണ് ഗൈസ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്ത ബെഡ്റൂം. പക്ഷേ ബെഡ്റൂമൊക്കെ അത്ര വലിയ സെറ്റപ്പൊന്നുമില്ല, എന്നാലും ബാത്റൂമൊക്കെ കുറച്ച് മോശമായിരുന്നു. പക്ഷേ ഈ 2000 എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ആയത് 1300 1400 സംതിങ് ആണ് 2000 ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്രയിൽ ചീപ്പായിട്ടുള്ള എമൗണ്ടിൽ അത് വർത്ത് തന്നെയാണ്. ആ ഒരു സ്റ്റേ നല്ലൊരു സ്റ്റേ ആയിരുന്നു. നമ്മൾ ഒരുപാട് കറങ്ങിയിട്ടാണ് അവിടെ നമ്മൾ പോയത്, കാരണം ഒരുപാട് ലേറ്റായിപ്പോയി. അപ്പോൾ ആദ്യം ബുക്കിംഗ് കാണിച്ച് പിന്നെ അതെങ്ങനെയൊക്കെ നമുക്ക് വീണ്ടും തിരിച്ച് കിട്ടിയൊക്കെയാണ്. നമുക്ക് എന്തായാലും ഇനി അടുത്ത് പോകേണ്ടത് പൈൻ വാലിയിലാണ്. പൈൻ വാലി പോകുമ്പോൾ സീനെന്ന് പറഞ്ഞാൽ അവിടെ കൊളയാട്ടയുണ്ട്. ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും കൊളയാട്ടയൊക്കെ കടിച്ച് സീനായി. ഇപ്രാവശ്യവും എനിക്ക് കൊളയാട്ട കടി കിട്ടി. അവിടുത്തെ ഒരു സെക്യൂരിറ്റിയാണ് കൊണ്ടുവന്നൊരു സാനിറ്റൈസറൊക്കെ അടിച്ച് അതിനെ ശരിയാക്കി എടുത്തത്. ശരിക്കും സാനിറ്റൈസർ അടിച്ചാൽ കൊളയാട്ട പോകുമെന്ന് ഈ യാത്രയിലാണ് എനിക്ക് മനസ്സിലായത്. നമ്മൾ ജസ്റ്റ് വളരെ സിമ്പിളാണ്, ജസ്റ്റ് സാനിറ്റൈസർ അടിക്കുമ്പോൾ തന്നെ അത് പൊക്കോളും. അതിൻ്റെ വേറൊരു സീനും നമുക്ക് ആഫ്റ്റർ എഫക്റ്റ് ഒന്നും വരില്ല. ജസ്റ്റ് ആ സാനിറ്റൈസർ അടിച്ചു കൊടുത്താൽ അറിയാത്തവർക്കുണ്ടെങ്കിൽ അത് ഇനി നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ വാഗമണ്ണോ അല്ലെങ്കിൽ തലപ്പുഴ സ്ഥലത്തൊക്കെ പോകുമ്പം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു അതിഥിയാണ് കൊളയാട്ട. അപ്പോൾ കൊളയാട്ടയെ നമുക്ക് ഈ സാനിറ്റൈസർ വഴി ഒഴിവാക്കാം. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇതാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. പൈൻ വാലിയിൽ കുറച്ചുകൂടി നല്ല ക്ലൈമറ്റാണ്. നമുക്ക് പൈൻ വാലിയിൽ ഒരുപാട് ഫുട്ടേജൊന്നും എടുത്തില്ല, അപ്പോൾ ഇഡീസ് കുറവാണ് അവിടെ നിന്ന് എടുത്തത്. നമ്മൾ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പോകേണ്ടത് കേവ് റൂമിലാണ്. ഇവിടെ ഒരു കേവ് റൂമുണ്ട് ഒരു റിസോർട്ടിൽ, അതാണ് നമ്മൾ ബുക്ക് ചെയ്ത് പോയത്. അതാണ് നമ്മളെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. അവിടെ പോയിക്ക് അവിടത്തേക്കാണ് പിന്നെ സമയമുണ്ടെന്ന് വിചാരിച്ചാണ് നമ്മൾ ഇവിടേക്ക് ജസ്റ്റ് കയറി ഇറങ്ങിയത്. അന്നൊന്നും മഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഇനി നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ എന്തായാലും ആ കേവ് റൂമാണ്. അത് എക്സ്പ്ലോർ ചെയ്യുമെന്നുള്ളതാണ്. നമുക്ക് ഇത് ഇവിടെ നിന്നിറങ്ങി നേരെ പോകേണ്ടത് കേവ് റൂമിലാണ്. ഫുഡ് കഴിക്കണം, ഒന്ന് കേവ് റൂമിൽ പോകണം. അപ്പോൾ ഈ വീഡിയോയിൽ ഒരു പാർട്ടൂടെ കാണും, അതാണ് നമ്മുടെ മെയിൻ വീഡിയോ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗായ്സ്, അടുത്ത വീഡിയോ കാണാം. ബൈ.